എൻ്റെ യക്ഷി ഞാൻ ധാരാളം വേദിയിൽ അവതരിപ്പിച്ചതാണ്. ഒരു വേദിയിൽ നമ്മൾ കേട്ടാലേ, ഒരു വേദിയിൽ അവതരിപ്പിക്കുന്ന കേട്ടാലേ യക്ഷി അപ്പം സത്യ പള്ളത്താങ്കുളങ്ങര അവിടെ വെച്ച് കേട്ടാണല്ലോ. അപ്പോൾ മലയാറ്റൂരിൻ്റെ യക്ഷി ഞാൻ വീണ്ടും ഒന്നോടെ അവതരിപ്പിക്കുകയാണ്. ഒന്നോടെ മേക്കപ്പ് ചെയ്ത് ഒന്നോടെ ഭംഗിയാക്കി പുതിയ ആധുനിക സംവിധാനത്തിൽ കീബോർഡ്, ഗിറ്റാറ്, തബല, ടൈമിങ്, മറ്റ് സംഗീത ഉപകരണങ്ങൾ, നല്ല സംഗീത ഉപകരണങ്ങൾ വെച്ചിട്ട് യക്ഷി ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ്. യക്ഷി വളരെ എനിക്ക് പ്രേക്ഷകരെ ഉണ്ടാക്കി തന്ന ഒരു കഥയാണ്. മലയാറ്റൂരിൻ്റെ യക്ഷി അവതരിപ്പിച്ച എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു രസമാണ്. അതിൻ്റെ കഥ തന്നെ ഒരു സംഗീതമാണ്. അതിൻ്റെ കഥ തന്നെ സംഗീതം പോലെയാണ്. അത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറയേണ്ടത് ഒരു സംഗീതം ഒഴുകി വരുന്നു, സംഗീതം കേൾക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആ കഥ തുടങ്ങണത്. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ എന്തൊക്കെയോ നേടാൻ കഴിയാതെ, ആഗ്രഹിച്ചത് നടക്കാൻ കഴിയാതെ പോയ ഒരു ഗൽഗത സംഗീതമായിട്ടാണ് ആ കഥ ഞാൻ ആരംഭിക്കുന്നത്. അത് തന്നെ ആ പാട്ട് ഓർമ്മയില്ലേ? അതാ രാപ്പാടികൾ നമ്മൾ രാപ്പാടികൾ ഏതോ വിദൂര തീരങ്ങളിൽ ആരെയോ തേടിയതയുന്നു ഞാൻ. രാപ്പാടികൾ നമ്മൾ രാപ്പാടികൾ. അങ്ങനെ ഒരു ഗൽഗത സംഗീതത്തോടു കൂടിയാണ് മലയാറ്റൂരിൻ്റെ യക്ഷി ഞാൻ ആരംഭിക്കുന്നത്. അത് വളരെ ഹൃദയം കവർന്ന ഒരു കഥയാണ്. എങ്ങനെ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറിന് ഇങ്ങനെ ഒരു ത്രെഡ് കിട്ടിയെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ വാട്ട് ഐ സേ. എനിക്ക് പറയാൻ പോലും പറ്റില്ല. അത്ര ഗംഭീരമായ, എത്ര പ്രാവശ്യം ആവർത്തിച്ച് യക്ഷി അവതരിപ്പിച്ചാലും കളിച്ചാലും സിനിമയായിട്ട് കണ്ടാൽ നമുക്ക് ഒരിക്കലും മറക്കാത്ത എന്തോ ഒരു മാജിക്കൽ റിയലൈസേഷൻ, ഒരു മാജിക്കൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൃതിയാണ്, ഒരു എൻചാന്റിക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൃതിയാണ് ഈ മലയാറ്റൂരിൻ്റെ യക്ഷി. അതെനിക്ക് വീണ്ടും ഒരുപാട് പ്രശസ്തി എനിക്ക് നേടി തന്നതാണ്. അത് വീണ്ടും എനിക്ക് ഒരിക്കൽ കൂടി അവതരിപ്പിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ വീണ്ടും ഈ വർഷം അതിൻ്റെ പ്രൊമോ കൊടുത്തിട്ടുണ്ട്. ഈ വർഷം എനിക്ക് പ്രേക്ഷകർ വേദി തരുമെങ്കിൽ ഞാൻ യക്ഷി നന്നായിട്ട് ഞാൻ ഈ വർഷം ഒന്നോടെ നല്ല ആധുനിക രീതിയിലുള്ള കീബോർഡും പിന്നണിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് വേദികൾ തന്നിട്ടുണ്ടെങ്കിൽ വേദികളിൽ യക്ഷി നല്ല അതിൻ്റെ പാട്ടൊക്കെ ഞാൻ എത്ര നാളുകൊണ്ട് എഴുതിയ പാട്ടുകളാണെന്നറിയാം. ആ പാട്ടുകളും ഞാൻ അതിനകത്ത് കൊടുത്തിരിക്കുന്നതായ മനോഹരമായ ഒരു സംഗീതം, അത് സംഗീതമാണ്. അത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് സംഗീത ശില്പമാണ്. അത് സംഗീത ശില്പം. അതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും പറയാനില്ല. സംഗീതത്തെ പറ്റി പറയുമ്പോൾ സംഗീതത്തിനപ്പുറമായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സംഗീതത്തിനപ്പുറമായിട്ട്, ആ സാഗരത്തിനപ്പുറമായിട്ട് ഒന്നും പറയാനില്ല. അത്ര മനോഹരമായ ആ പ്രണയ സംഗീതം ഒഴുകിയെത്തുന്ന യക്ഷി നിങ്ങൾ വീണ്ടും എനിക്ക് വേദികൾ തന്നാൽ വേദിയിലേക്ക് ഞാൻ വരുന്നതാണ്.